ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും ഭരത് മോനും കൂടെ ഒരു സ്ഥലം വരെ പോകാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കാൻ കേട്ടോ. റോഡിൽ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ബസ്സിനാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാണ്. ഇവിടെ അടുത്തുള്ള ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ യോഗി മഠം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പം ഞങ്ങളിതാ ഇവിടെ വന്നിട്ടുണ്ട്. ഭരത് മോൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ തന്നെ ഏകദേശം 4 കൊല്ലത്തോളം അടുത്തിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും വരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴേക്ക് ഇവിടെ ഗുരുതീൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ വലിയ വരവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതിന് വേണ്ടി ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കളീൻ്റെ പേരാണ് വിൽക്കളി എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. ഇവിടുത്തെ നാട്ടിൻ പുറത്തെ അമ്പലങ്ങളിൽ ഇങ്ങനെ ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഗുരുതിക്കുള്ള വരവാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗുരുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അറിയുന്ന വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്രാവശ്യം ആനയുണ്ട്. 3 ദിവസം ഇവിടെ അടുപ്പിച്ച് ഗുരുതി ഉണ്ടാവും കേട്ടോ. അപ്പം ഭരത് മോന് ഭയങ്കര ആകാംക്ഷയുണ്ട് നമ്മുടെ ആനേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഭരത് മോൻ ഇങ്ങനെ ആനേനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ആനേൻ്റെ വരവൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലാണ് ഗുരുതി നടക്കുക കേട്ടോ. അപ്പം അതും ഞാൻ കാണിക്കാം കേട്ടോ. നേരത്തെ ആന കുറച്ച് താഴെയാണെങ്കിൽ ഇപ്പം ആന അങ്ങോട്ട് കയറിയപ്പം ഭരത് മോന് നല്ല പേടിയുണ്ടായിരുന്നു. അയ്യോ അമ്മ ആന ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എത്ര കുഞ്ഞുകുട്ടികളായാലും വലിയ ആളുകളായാലും ആന എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണല്ലേ. ആനനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എത്ര കണ്ടാലും പിന്നെ ആന എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഹായ് എന്നാവുന്ന ഒരു ഫീലാണല്ലേ. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെയാണെങ്കിൽ. അങ്ങനെ ആനയൊക്കെ വലം വെച്ചിട്ട് പോകുന്നുണ്ട്. ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുതിയാണ് കേട്ടോ. ഇത് കോഴീനൊക്കെ അറുത്തിട്ടാണ് ലാസ്റ്റ് ദിവസം ഇവിടെ ഗുരുതി നടക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടോ? ഗുരുതിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഗുരുതി കഴിഞ്ഞാൽ താലപ്പൊലിയോട് കൂടിയ ആനയൊക്കെ ഉള്ളൊരു വരവ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതും അമ്പലത്തിരുന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ഭരത് മോന് പൊരി വേണം പറഞ്ഞ് ഞാൻ ചോളപ്പൊരില്ലേ അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഒരുപാട് നേരം എടുക്കും വരവ് ഇങ്ങോട്ട് വരാൻ. പൊതുവേ ഞങ്ങൾ റോട്ടിൽ നിന്ന് കാണാൻ നിൽക്കൂട്ടോ. എന്നിട്ട് ആ വരവിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ വരവ് വരാൻ വേണ്ടി ആന അമ്പലത്തിൽ നിന്ന് തൊഴലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്താണ് ഈ വരവ് തുടങ്ങുക കേട്ടോ. അവിടെ നിന്ന് ആ ദേവീൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഈ അമ്പലത്തിലേക്ക് കേട്ടോ. അപ്പം ഇവർ പോകുമ്പോൾ ഈ കാണുന്നത് കലശം കെട്ടിൻ്റെ ആളുകളാണ് കേട്ടോ. വരവിൻ്റെ കൂടെ കലശം കെട്ടും ഉണ്ടാവും കേട്ടോ. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ. അപ്പം ഞാനും അമ്മയും ഭരത് മോനും കുറച്ച് വെറുപ്പിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് റോഡിൽ നിന്നിട്ട് വരവ് കാണാം, കുറേ നേരം ഒന്നും ഇരിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി. ഭരത് മോൻ കരഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അമ്പലത്തിൽ തന്നെ ഇരുന്നേനെ കേട്ടോ. ഏകദേശം ഒരു 10 മണീൻ്റെ അടുത്താവും അമ്പലത്തിലേക്ക് വരവ് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്ത് ഈ അമ്പലത്തിനോട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കോട്ടുകുളങ്ങര ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ സ്വന്തം അയ്യപ്പൻകാവ്. അവിടെ നിന്നാണ് ഈ വരവ്, അതിൻ്റെ മുന്നിൽ നിന്നാണ് ഈ വരവ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ യോഗിമഠത്തിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ഈ വരവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കോട്ടുകുളങ്ങര എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാട് വന്നിട്ട് ഇവിടെ എപ്പോഴാണോ വെളിച്ചപ്പാട് വന്ന് ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നിട്ട് ഈ ചടങ്ങിൻ്റെ രീതി എനിക്കത് വിവരിക്കാൻ അറിയില്ല കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ വരവ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഞാൻ ഈ ഇവിടുത്തെ താലപ്പൊലി എടുത്തൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പം പടകമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഭരത് മോന് പടകം ഭയങ്കര പേടിയായതുകൊണ്ട് അവൻ അതൊന്നും നോക്കാണ്ട് കണ്ണും പൂട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പടകം പൊട്ടിക്കലൊക്കെ നോക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് വരവ് ഇങ്ങനെ പോകും കേട്ടോ. വരവ് കാണാൻ നല്ല രസമാണ്. കുഞ്ഞു മക്കളുടെ താലപ്പൊലിയും ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കാണാം കേട്ടോ നമുക്ക്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഗാനമേളയും കൂടെ ഉണ്ടാവും കേട്ടോ അമ്പലത്തിൽ. അതൊന്നും കാണാൻ ഞങ്ങൾ നിൽക്കുന്നു തോന്നുന്നില്ല കേട്ടോ. റോഡ് നിറയെ ആളായിരുന്നു. അങ്ങനെ നമ്മുടെ വരവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കുറേ ആളുകൾ ഇതുപോലെ കുടയില്ലേ, നമ്മൾ ഈ മുത്തുക്കുട, ഇതിന് എന്താ പറയാൻ നിൽക്കാറില്ല, അതൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ വരവിൻ്റെ ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ഇത്. കുറേ പെൺകുട്ടികളും അമ്മമാരൊക്കെ ഇത് പിടിച്ചിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ കാണുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. എപ്പോഴും എല്ലാ കൊല്ലമൊന്നും ഇങ്ങനെ ഉണ്ടാകുന്നല്ല, ഇക്കൊല്ലം ആണെന്ന് തോന്നുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട് എല്ലാവരും നല്ല സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ധാവണിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ കൊടയും പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ വിൽക്കളി ഉണ്ട്, പിന്നെ കലശം കെട്ടുണ്ട്, പിന്നെ താലപ്പൊലി ഉണ്ട്, ആനയുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്പലമല്ലേ കോട്ടുകുളങ്ങര അയ്യപ്പ ക്ഷേത്രം, അവിടുത്തെ വെളിച്ചപ്പാടാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ വെളിച്ചപ്പാട് എന്നാണ് പറയുക. ചില ആളുകൾ കോമരെന്നൊക്കെ പറയൂലേ. അങ്ങനെ അങ്ങനെ അവർ വന്നു, അവർ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് തോന്നുന്നു ഈ വരവ് നേരെ യോഗി
പുളിമടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തടുത്തുള്ള 2 അമ്പലങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടെ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വരവും നല്ല അമ്പലത്തിലേക്ക് നടന്നു പോവാണ്. ഇനി ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നില്ല. ഇവിടുത്തെ ഒരു വസ്ത്രധാരണ രീതി താലപ്പൊലിൻ്റെ ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞു ബാലികമാരാണ് താലപ്പൊലി എടുക്കുക കേട്ടോ. ആ കുഞ്ഞു പ്രായത്തിലാണ് എടുക്കുന്നത്. പട്ടുപാവാട എടുത്തിട്ടൊന്നല്ല കേട്ടോ. പക്ഷെ പട്ടുപാവാട എടുക്കുന്ന ആളുകളും ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നേ. കുഞ്ഞു മക്കൾ ഇതാ ഇങ്ങനെയൊരു വേഷത്തിലാണ് കേട്ടോ താലപ്പൊലി എടുക്കുക ഇവിടുന്ന്. ഞാൻ ഒരുപാട് കൊല്ലം ഇത് എടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇതിൻ്റെ കൂടെ വരവ് ഇങ്ങനെ പോവാണ് അമ്പലത്തിലേക്ക്. പിന്നെ ബാക്കിൽ കലശം കെട്ടും ആനയൊക്കെ. ആനേനെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. ആന ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ആനേനെ കണ്ടപ്പോൾ സമാധാനമായിട്ടോ. നമ്മുടെ ഭരതമോനും കാണിക്കാൻ വെച്ചിട്ട് ഇതാണ് കലശം കെട്ട് കേട്ടോ. കുഞ്ഞു മക്കൾ ഇതാ കുഞ്ഞ് നമ്മളെ കഴുങ്ങിൻ്റെ കൊലയാണ്, അതാണ് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നത് കേട്ടോ. കുറച്ച് വലിയ ആളുകൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ്. നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളിവിടെ എൻ്റെ നാട്ടിലുള്ള ഒരുവിധം ഇങ്ങനെ 1, 2, 3 അമ്പലങ്ങളിൽ ഇങ്ങനെ കലശം കെട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ കലശം കെട്ട് കണ്ടിട്ടുണ്ടോ ഗൈസ്? അങ്ങനെ നമ്മുടെ കലശം കെട്ടും താലപ്പൊലിയും കൊട പിടിച്ചുള്ള ആളുകളും എല്ലാ വരവും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ആന ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് ആനയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം ആനനെ നോക്കി. അങ്ങനെ ആനനെയൊക്കെ കണ്ടിട്ട് ഏകദേശം ഭരതമോന് മതിയായപ്പോൾ തന്നെ അവൻ പറഞ്ഞു അമ്മ നമുക്ക് പോവാന്ന് കേട്ടോ. അങ്ങനെ ആനനെ കണ്ട് ആനയ്ക്ക് ബൈ കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ശരിക്കും ഇതിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള പരിപാടികളൊക്കെ കാണാമായിരുന്നു. പക്ഷെ അതിനൊന്നും നമ്മുടെ ഭരതമോന് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ബൈ ഗൈസ്, വീണ്ടും കാണാം.